ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. +1 ക്രിസ്മസ് എക്സാമിൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 19th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെയാണ്: ഇഫ് എക്സ് √8x/2 ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ ജി പി. ജോമെട്രിക് പ്രോഗ്രഷനിലാണ് ഈ ഒരു സീക്വൻസ് തന്നിരിക്കുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഡാഷ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സീക്വൻസ് ജി പിയിലാണെങ്കിൽ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്കറിയാം അല്ലേ, ജി പിയിലാണെന്നുണ്ടെങ്കിൽ കോമൺ റേഷ്യോ ആയിരിക്കും അല്ലേ. സക്സീഡിങ് ടേമിനെ പ്രിസീഡിങ് ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിട്ട് കിട്ടണം. ഫോർ എക്സാമ്പിൾ 2, 4, 8 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റേഷ്യോ എന്തായിരിക്കണം? സെയിം ആവണം അല്ലേ. ഓക്കെ, അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. എക്സ് √8, x/2 ആണ്. അപ്പോൾ എക്സ് √8x/2 ഈ 3 ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. √8/x ആണെങ്കിലും x/2 ഡിവൈഡഡ് ബൈ √8 ആണെങ്കിലും വാല്യൂ ഒന്നാവണല്ലോ അല്ലേ. അപ്പോൾ റേഷ്യോ നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ √8/x എന്ന് പറയുന്നത് x/2 √8 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 × √8 × √8 എന്ന് പറഞ്ഞാൽ വെറും 8 ഈസ് ഈക്വൽ ടു x². സോ x² എന്തായി? 16 ആയി. സോ എക്സ് എന്തായി? ±4 ആയി. പക്ഷെ ഇവിടെ നെഗറ്റീവ് ബാധകമല്ല. സോ നമ്മൾ ഓൾറെഡി പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. എക്സിന് എന്താണ് വാല്യൂ വരിക? 4 ആണ് വാല്യൂ വരിക. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഇൻസേർട്ട് 3 numbers between 1 and 256 so that the resulting sequence is a GP. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1, ഫോർത്ത് ടേം ആണ് 256, 256. അതിൻ്റെ ഇടയിൽ 3 നമ്പേഴ്സ് നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്യണം സച്ച് ദാറ്റ് ആ സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം? ജി പിയിലായിരിക്കണം. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് ടേം എന്താ തന്നിരിക്കുന്നത്? 1 ആണ്. സെക്കൻഡ് അറിയില്ല, തേർഡ് അറിയില്ല, ടു ബി ഫൗണ്ട് ഔട്ട്. 3 എണ്ണം ഫൈൻഡ് ചെയ്യണം. നാലാമത്തെ ടേം എന്താണ്? 256 ഇസ് ഗീവൻ. അപ്പോൾ നമുക്കറിയാം ഇതിന് ജനറൽ ഫോം ആയിട്ട് നമ്മൾ എങ്ങനെ എടുക്കാറ്? ഫസ്റ്റ് ടേം ആസ് എ എടുക്കും, സെക്കൻഡ് ടേം AR, തേർഡ് ടേം AR², ഇവിടെ AR⁴, ഇവിടെ എന്താണ്? AR⁴. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു AR², AR³ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമുക്കൊരു ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. ഫസ്റ്റ് ടേം 1 ആണ്. സോ നമ്മൾ എന്റെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് ഫിഫ്ത്ത് ടേം ആയിട്ട് 256 ഉണ്ട്. സോ എന് 1 കൊടുത്താൽ R⁴ എന്ന് പറഞ്ഞ് 256 ആയി അല്ലേ. ഏത് നമ്പർ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 256 കിട്ടുക? 4. ഓക്കെ, അപ്പൊ ആറിന്റെ വാല്യൂ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ആ 4 നമ്മൾ എവിടെ കൊടുത്താൽ മതി? ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ നമ്മളുടെ സീക്വൻസ് എന്തൊക്കെ ജി പി ആയിട്ടുള്ള സീക്വൻസ് എന്താ കിട്ടുക? ഫസ്റ്റ് ടേം ഓൾറെഡി 1 ഉണ്ട്. 1 × 4 ഈസ് 4, 1 × 4² ഈസ് 16, 1 × 4³ ഈസ് 64, 1 × 6 ഇത് പിന്നെ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ജി പിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം: The sum of the first 3 terms of a GP is 39/10. ആദ്യത്തെ 3 ടേം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടണ ഒരു തുകയാണ് 39/10 എന്ന് പറയുന്നത്. അതിന്റെ പ്രൊഡക്റ്റ്, അതിനെ നമ്മൾ മൾട്ടിപ്ലൈ, ആ 3 ടേം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 1 ആണ്. സോ ഫൈൻഡ് ദ ടേംസ്. അപ്പൊ ആ ടേംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസിക്യൂട്ടീവ് ടേംസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് AR, AR² ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം നോക്കൂ, A ഉണ്ട്, AR ഉണ്ട്. ഓക്കെ, AR, AR² ഇങ്ങനെയാണ് നമ്മുടെ കോൺസിക്യൂട്ടീവ് ടേംസ് പോവുക. പക്ഷെ നമ്മൾ ഇവിടെ ഇങ്ങനെ എടുക്കാതെ ഇതിന്റെ ബാക്കിലെ ടേം ഉണ്ടല്ലോ, A/R, ഇത് എടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ R ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ എന്തെടുത്തു? 3 ടേംസ് എടുത്തു. അപ്പൊ ഇവിടെ പറയണത് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടണ സം എന്ന് പറയുന്നത് 39/10 ആണ്. പിന്നെ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതേ ടേം തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ A × AR, A/R × A × AR
ഈസ് ഈക്വൽ ടു 1 ആണ് ഗീവൺ ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ആർ ആർ ക്യാൻസലായി, എ ക്യൂബിൻ്റെ വാല്യൂ 1 കിട്ടി. എ ക്യൂബ് 1 ആണെങ്കിൽ എ എന്തായി? 1 ആയി. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? എൻ്റെ ആണ് എ ഈക്വൽ ടു 1 കിട്ടി. ഈ എ ഈക്വൽ ടു 1 നമ്മൾ ഈ ഒരു ഇവിടെ സം തന്നിട്ടുണ്ടല്ലോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? 1/r പ്ലസ് എ എന്ന് പറയുന്നത് 1 ആണ്, 1 പ്ലസ് എ ഇൻറ്റു ആർ 1 ഇൻറ്റു ആർ ആർ ഈക്വൽ ടു 39/10 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്താൽ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു 39/10 മൈനസ് 1. നമ്പറൊക്കെ നമ്മൾ ഒന്നിച്ചെടുത്തു, 6 ടേംസ് ഒക്കെ നമ്മൾ ഒന്നിച്ചെടുത്തു. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് 29/10 ആവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10 പ്ലസ് 10r സ്ക്വയർ ഈക്വൽ ടു 29r. അപ്പോൾ നമുക്കൊരു ക്വാഡ്രറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. 10r സ്ക്വയർ മൈനസ് 29r പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്താ ഫൈൻഡ് ദ ടേംസ്. ഈ ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ 1 ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് 6 ഫൈൻഡ് ചെയ്യണ്ടേ? 6 ഫൈൻഡ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ടേംസ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഒരു ക്വാഡ്രറ്റിക് ഇക്വേഷൻ നമുക്ക് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ഒക്കെ ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യുന്നത് എന്താണ്? കാൽക്കുലേഷൻ അറിയണമെങ്കിൽ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? r ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് എ സി ഡിവൈഡഡ് ബൈ 2a അല്ലേ? നമ്മളുടെ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ഫോർമുല ഉണ്ട്. അത് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ബി, ഇവിടെ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ബി മൈനസ് 29 ആണ്. സോ പോസിറ്റീവ് 29 ആവും. ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ എഴുതിയിട്ട്. ബി സ്ക്വയർ മൈനസ് 4 ടൈംസ് എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10. അപ്പോൾ ആർ എന്ന് പറയുന്നത് 29 പ്ലസ് ഓർ മൈനസ് 29ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 841 മൈനസ് 100 ഇൻറ്റു 4 400 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ ആർ എന്ന് പറയുന്നത് 29 പ്ലസ് ഓർ മൈനസ് ഇതെന്തായി? 441 ആയി ഡിവൈഡഡ് ബൈ 20. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉള്ളതുകൊണ്ട് 2 വാല്യൂ കിട്ടും. സോ ആർ ഈസ് ഈക്വൽ ടു 29 പ്ലസ് റൂട്ട് 441 എന്ന് പറഞ്ഞാൽ 21ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 20. പിന്നെ അടുത്തത് ആർ ഈസ് ഈക്വൽ ടു 29 മൈനസ് 29 മൈനസ് 21 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ ഒന്ന് പ്ലസ് ആയിരിക്കും, ഒന്ന് എന്താണ്? മൈനസും ആയിരിക്കും. ഇവിടെ 50 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ 0 0 ക്യാൻസലായി 5/2 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ആർ ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 20 ആവും. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 20 ഇവിടെ 4 2 ടൈംസ് 4 5 ടൈംസ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് 2/5 ആവും. അപ്പോൾ നമുക്ക് ആറിൻ്റെ 2 വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ടേംസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേംസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? അപ്പോൾ എ ഡിവൈഡ് ആദ്യം നമുക്ക് 5/2 കൊടുത്തു നോക്കാം. 5/2 കൊടുക്കുമ്പോൾ എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി 1 ആണ്. സോ ഇവിടെ കണ്ടു എ നമുക്ക് 1 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേംസ് ഏതൊക്കെയായിരിക്കും? 5/2 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ 2/5 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ വരും. പിന്നെ എ ഓൾറെഡി 1 ഉണ്ട്, അവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് എ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ആർ 5/2. ഇവിടെ പ്ലസ് എഴുതണ്ട, നമുക്ക് ടേംസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടേംസ് 2/5 1 5/2. ഇതാണ് നമ്മളുടെ നമ്പർ ഓഫ് ഫൈൻഡ് ദ ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ടേംസ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ബൈ.